ചില തടസ്സങ്ങൾ ചില പുതുവഴികൾ നമുക്ക് സമ്മാനിക്കും. ഒരു കഥ പറയാം. രാജാവ് തൻ്റെ രാജ്യത്തെ പ്രധാനപ്പെട്ട റോഡിൻ്റെ മധ്യത്തിൽ ഒരു വലിയ കരിങ്കല്ല് കൊണ്ട് സ്ഥാപിച്ചു. എന്നിട്ട് ദൂരെ മാറി നിന്ന് അത് വീക്ഷിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് പേർ ആ വഴി കടന്നുപോയി. അതിൽ രാജസദസ്സിലുള്ളവരുണ്ട്, പ്രമാണിമാരുണ്ട്, വിദൂഷകരുണ്ട്. ഇങ്ങനെ സമൂഹത്തിൻ്റെ പല നിലകളിലുള്ളവർ ആ വഴി കടന്നുപോയി. കടന്നുപോയവരെല്ലാവരും റോഡിന് മാർഗതടസ്സമായി നിൽക്കുന്ന ആ കരിങ്കല്ലിനെ ശപിച്ചുകൊണ്ടും അങ്ങനെ ഒരു തടസ്സം സൃഷ്ടിച്ച വ്യക്തിയെ ശപിച്ചുകൊണ്ടുമാണ് കടന്നുപോയത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു വിറക് വെട്ടുകാരൻ തലയിൽ വലിയ വിറകുമായി കടന്നു വരികയാണ്. ആ മനുഷ്യൻ ആ കരിങ്കല്ലിനടുത്തെത്തിയപ്പോൾ ആ വിറക് കെട്ട് താഴെ വെച്ചിട്ട് അയാൾ ആ കരിങ്കല്ല് ഉരുട്ടി മാറ്റുവാൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആ മനുഷ്യൻ ആ വലിയ കരിങ്കല്ല് റോഡിൻ്റെ ഒരു വശത്തേക്ക് മാറ്റിവെച്ചിട്ട് സുഗമമായി യാത്ര ചെയ്യുന്ന രീതിയിൽ ആ വഴിയൊരുക്കി. തിരിഞ്ഞു നോക്കുമ്പോൾ ആ കരിങ്കല്ല് നേരത്തെ ഉണ്ടായിരുന്നിടത്ത് ഒരു വലിയ ചാക്ക് കാണുക. അത് തുറന്നു നോക്കുമ്പോൾ അതിൽ നിറയെ സ്വർണ്ണ നാണയങ്ങളും ഒരു കത്തും. കത്ത് തുറന്നു വായിച്ചത് ഇങ്ങനെയാണ്: ഈ മാർഗതടസ്സം നിൽക്കുവാൻ പരിശ്രമിക്കുന്നവർക്ക് രാജസമ്മാനമാണ് ഈ തുക. സ്നേഹിതരെ, ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും ഉണ്ടാകും. ആ തടസ്സങ്ങളെ ശപിക്കുകയും പഴിപറഞ്ഞ് മാറിയിരിക്കുകയുമല്ല, ആ തടസ്സങ്ങളെ അതിജീവിക്കുവാൻ നിരന്തരമായ പരിശ്രമം ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിൽ പുതിയ വഴികൾ നമുക്ക് തുറന്നു കിട്ടുക. ശരിയല്ലേ? എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.